ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഫൊർഗീവ് ചെയ്യപ്പെടേണ്ടതെന്ന് പറയുന്നത് നമ്മളോട് തന്നെയാണ്. ഫൊർഗീവ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്. കാരണം പല സമയത്തും നമ്മളോടാണ് നമ്മൾ ഏറ്റവും ഹാർഷായിട്ടും ക്രൂരമായിട്ട് പെരുമാറുകയും ക്രൂരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ. പക്ഷേ മറ്റുള്ളവരോട് നമ്മൾ പ്ലീസ് ചെയ്ത് സംസാരിക്കുമെങ്കിലും നമ്മളോട് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് തന്നെയാണ് ആ ഒരു ഫൊർഗീവൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുകയാണ്. അതൊരു ഫൊർഗീവ്നെസ് എനേബിൾ ചെയ്യാനുള്ളൊരു മെഡിറ്റേഷനാണ്. അപ്പോൾ ആ മെഡിറ്റേഷനിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് തന്നെ ഒരു എന്തെങ്കിലും തരത്തിൽ ഫൊർഗീവ്നെസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു മെഡിറ്റേഷനാണ്. നമ്മുടെ ബോഡിയെ ക്ലിയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഹോപ്പോണോപ്പോണോ ആയിട്ട് കണക്ട് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്. അപ്പം നമുക്ക് ആ ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ടൊന്ന് റെഡി ആവാം. അപ്പം നടുവ് നിവർന്ന് ഇരിക്കുക. എല്ലാവരും നടുവ് നിവർന്നിരിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊടുക്കാം. നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് ദീർഘശ്വാസം എടുക്കാം. ആ ശ്വാസം പതിയെ നിങ്ങൾക്ക് ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ദീർഘശ്വാസം എടുക്കുന്നു, അത് പതിയെ പുറത്തേക്ക് വിടുകയാണ്. അതിൻ്റെ ഇരട്ടി സമയം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ നെർവ് സിസ്റ്റം, പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ വളരെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അവെയറാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ശരീരത്തിലെ ഓരോ മസിലുകളും ഇപ്പോൾ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ റിലാക്സ് ആയിരിക്കുകയാണ്. ശിരസ് മുതൽ കാൽപാദങ്ങൾ വരെയുള്ള ഓരോ പേശികളും ഇപ്പോൾ ശാന്തമാകുന്നത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ശിരസ് മുതൽ കാൽപാദങ്ങൾ വരെയുള്ള ഓരോ മസിലുകളും ഇപ്പോൾ വളരെയധികം ശാന്തമാകുന്നത് അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉള്ളിൽ പറയാം, റിലാക്സ്, റിലാക്സ്. റിലാക്സ് എന്ന ആ വാക്ക് പറയുമ്പോൾ തന്നെ കൂടുതൽ നിങ്ങളുടെ ശരീരം റിലാക്സ് ആവുന്നത് നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളോടും തന്നെ ഫൊർഗീവ്നെസ്സിലൂടെ ഹീൽ ചെയ്യപ്പെടാനുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു കസേരയിൽ നിന്ന് നിങ്ങൾ പതിയെ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ സങ്കല്പിക്കുക. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു ഹോൾവേ കാണാം, ഒരു വലിയ ഹോൾവേ. അതിൽ ഒരു അരണ്ട വെളിച്ചത്തിലൂടെ നിങ്ങൾ പതുക്കെ നടക്കുകയാണ്. ആ ഹോൾവേയുടെ ഏറ്റവും അറ്റത്ത് ഒരു വൈറ്റ് ലൈറ്റിൽ ഒരു ചെറിയ കോണിപ്പടി മുകളിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ ലക്ഷ്യമാക്കി നിങ്ങൾ പതുക്കെ നടക്കുകയാണ്. നിങ്ങളിപ്പോൾ പതുക്കെ ശാന്തമാണ്, റിലാക്സ്ഡ് ആണ്. ആ ഹോളിലൂടെ നടക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആ ഒരു വുഡിൻ്റെ ഫ്രാഗ്രൻസും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പതിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. ആ ഹോൾവേയുടെ അറ്റത്തുള്ള ആ ഒരു കൽപ്പടവുകളുടെ തൊട്ടടുത്ത് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൽപ്പടവുകൾ കാണാം. ആ കടവുകളിൽ വീണ് കിടക്കുന്ന ആ വെള്ള വെളിച്ചം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ നിന്നും വീണ് കിടക്കുന്ന ആ വെള്ള വെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പതുക്കെ ആ പടവുകളിലൂടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കാൽപാദങ്ങൾ പതിയെ ആ കൽപ്പടവുകളിൽ വെച്ച് നിങ്ങൾ പതിയെ മുകളിലേക്ക് കയറുമ്പോൾ ആ കൽപ്പടവുകളിലെ ആ നനവ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കാലുകളിൽ ആ കൽപ്പടവുകളിലെ നനവുകളിലൂടെ നിങ്ങൾ കാൽ ചവിട്ടി മുകളിലേക്ക് കയറുകയാണ്. ഞാൻ 1 മുതൽ 10 വരെ എണ്ണുമ്പോഴേക്കും പതിയെ നിങ്ങൾ ആ കൽപ്പടവുകളിലെ മുകളിലേക്ക് എത്തും. 1, 2,
3. പതിയെ നിങ്ങൾക്ക് ഓരോ കൽപ്പടവുകളും വെക്കുമ്പോൾ നിങ്ങൾക്ക് കാലിൻ്റെ നനവ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. 5, 6, 7, 8, 9, 10. നിങ്ങളിപ്പോൾ കൽപ്പടവുകളുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു ഡോറ് കാണാം. ആ ഡോറ് പതിയെ നിങ്ങൾ കൈ ഉപയോഗിച്ച് തുറക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇമോഷൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് തുറന്നപ്പോഴേക്കും മനോഹരമായ വലിയ ഒരു മുറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആ മുറിയുടെ ഒരു നല്ല ഒരു തണുപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ശീതളമായ ഒരു ഫീലിംഗ് ആണ് അതിനുള്ളിലേക്ക് കയറിയപ്പോൾ. അതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. ആ മുറിയുടെ അങ്ങേയറ്റത്ത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിശാലമായി മുന്നിൽ ഒരു വലിയ മലനിരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളിപ്പോൾ വലിയൊരു മലനിരകളുടെ മുകളിലേക്കാണ് ഈ മുറിയിൽ നിന്നുള്ള ദൃശ്യം നിങ്ങളെ കാണിക്കുന്നത്. ധാരാളം ആകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വിശാലമായ ആകാശം നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴെ ചെറിയ ചെറിയ കുന്നുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ഉയരത്തിലാണ്. അവിടെയുള്ള ഒരു വുഡൻ ചെയറിൽ നിങ്ങൾ ഒരു ഈസി ചെയറാണ്, വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് അവിടെ. നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വിശാലമായ ആകാശം, അതിന് താഴെ പച്ച നിറത്തിൽ കാണുന്ന മലനിരകൾ. നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ പേശികളും ഇപ്പോൾ റിലാക്സ്ഡ് ആണ്. നിങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ ജോയ്ഫുൾ ആണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഹാപ്പിനെസ് ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് നെഗറ്റീവ് ഇമോഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഇനി നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളോട് തന്നെ ഫൊർഗീവ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ എടുത്തു എന്നതാവാം. നിങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതായിരിക്കാം. അവസരങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ളതായിരിക്കാം. റിസ്ക് എടുത്തില്ല എന്നുള്ളതായിരിക്കാം. പണം കടം കൊടുത്തു എന്നുള്ളതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇമോഷനെ ഇപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണ്. കാരണം നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ ഇമോഷനാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ റിയാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇമോഷണൽ ചാർജിനെ വളരെ ചെറിയ ഒരു ഗോളത്തിലേക്ക് ചുരുങ്ങി അത് ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൊർഗീവ് ചെയ്യപ്പെടേണ്ട ആ ഇമോഷണൽ ചാർജുകൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ചെറിയ ഒരു ഗോളമായി നിങ്ങളിൽ നിന്നും അത് റിലീസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും
പ്രധാന വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ VVIP എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ മുൻഗണന, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ വികാരങ്ങൾ, ഇവയ്ക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സമ്മതിക്കാവുന്നതാണ്. ആ ഉടൻ ചെയറിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സമ്മതിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഇമോഷനും ഇപ്പോൾ ക്ലിയർ ആകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെ ചിലവഴിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസിനെ നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിശാലമായ ആകാശവും വലിയ മലനിരകളും ഒക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയുകയാണ്. ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ഹോപ്പോണോപ്പോണോ ആവർത്തിക്കുകയാണ്. ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. യെസ്, നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളിപ്പോൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളുമായിട്ടിപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഒരു അലൈൻമെൻറ്റിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഈ ഒരു പ്രത്യേക മുറിയിൽ വന്നിരുന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കാവുന്നതാണ്. ഇനി പതിയെ നമുക്ക് തിരിക്കാം. ആ മുറിയോടും നിങ്ങളുടെ കാഴ്ചകളോടും ആ വുഡൻ ചെയറിനോടും ഈ നല്ല അനുഭവത്തോടൊക്കെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡും സാറ്റിസ്ഫാക്ഷനും കൊടുത്തുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങാം. നിങ്ങൾ പതിയെ തിരിച്ചു നടക്കുകയാണ്. ആ ഡോറിലെത്തി ഡോർ തുറന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. വീണ്ടും ആ കൽപ്പടവുകളിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ. ആ കൽപ്പടവുകളുടെ തണുപ്പ് നിങ്ങളുടെ കാലിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പതിയെ ഇറങ്ങി നിങ്ങൾ ആ ഹോൾവേയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ 10 നിന്നും 0 വരെ എണ്ണുമ്പോഴേക്ക് നിങ്ങൾക്ക് പതുക്കെ ആ കൽപ്പടവുകളിൽ കൂടി ഇറങ്ങാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നിങ്ങളിപ്പോൾ താഴെ എത്തി. പതിയെ നടന്ന് നിങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്, വളരെ ഹാപ്പിയാണ്, വളരെ ജോയ്ഫുള്ളാണ്. നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഇമോഷൻസ് ക്ലിയർ ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നു ഇതൊരു ഒറ്റത്തവണത്തെ പ്രോസസ്സല്ല. ഇത് നിരന്തരം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ശരീരം വളരെയധികം സ്ഫുടമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വീണ്ടും തിരിച്ച് നിങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ എത്തി. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലാണ്, നിങ്ങളുടെ മസിൽസിലാണ്. വീണ്ടും ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ഇപ്പോൾ നിങ്ങളുടേതായ താളത്തിൽ ശ്വസിക്കുന്നു. ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. ഞാൻ
0 to 5 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പതുക്കെ ഈ മെഡിറ്റേഷനിൽ പുറത്ത് വരാം. 0, 1, 2, 3, 4, 5. പതിയെ കണ്ണ് തുറന്ന് ഈ മെഡിറ്റേഷനിൽ പുറത്ത് വരാം.